എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. ഇത് തരി കാച്ചിയതും മറ്റൊന്ന് വെള്ളപ്പോളയാണ്. ഒരു ഗ്ലാസ് തരി കാച്ചിയതുണ്ടെങ്കിൽ നോമ്പ് നോറ്റ ആ ഒരു ക്ഷീണവും ദാഹവും ഒക്കെ അങ്ങ് മാറിക്കോളും. തരി കാച്ചിയത് ഉണ്ടാക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റിലാണ് ഈ ഒരു തരി കാച്ചിയത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വെള്ളപ്പോള ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ചായക്കടീൻ്റെ ആവശ്യമില്ല. നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു വെള്ളപ്പോള മാത്രം മതി. കഞ്ഞി പോലെ സോഫ്റ്റായ ഈ ഒരു വെള്ളപ്പോളയിലേക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നല്ല പഞ്ഞി പോലുള്ള വെള്ളപ്പോള എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വെള്ളപ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് ഞാൻ അരി എടുത്തത്. കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം ഇത് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അരി കുതിരാനായിട്ട് വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇതിലെ വെള്ളം ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഇതുപോലെ മാറ്റി വെക്കുക. ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ വെള്ളം മുഴുവനും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്ന സമയത്ത് വെള്ളച്ചോറ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. എന്നാലാണ് ഈ പോളക്ക് നല്ല കളറ് കിട്ടുക. പിന്നെ സെയിം കപ്പിന് തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇനി 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ആ കുരു പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം അരി അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത അരിയിൽ നിന്നും പകുതിയോളം ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് അരച്ചെടുക്കുക. അല്ലെങ്കിൽ പകുതിയോളം ഇട്ടിട്ട് എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാനിത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അരിയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്. നമ്മൾ ഇഡ്ലിക്കും ദോശക്കെല്ലാം അരി അരക്കുന്നില്ല, ആ ഒരു കട്ടിയിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടേനു അരക്കാൻ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിന്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ അരച്ചിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം മുഴുവനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തേങ്ങൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങൻ്റെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ചിരകിയ തേങ്ങ വാങ്ങുന്നത് കൊണ്ട് തേങ്ങൻ്റെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തിട്ട് അരച്ചത്. തേങ്ങൻ്റെ വെള്ളം ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവ് വേഗം തന്നെ പൊങ്ങാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്, ഈ ഒരു കട്ടിയിൽ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ ബാറ്റർ നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ പൊങ്ങി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊങ്ങി താഴേക്ക് മറിയട്ടേനു. അപ്പോൾ ഞാൻ പ്ലേറ്റ് ഒന്ന് കമത്തി വെച്ചിട്ടുണ്ടേനു. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്നും ഇളക്കി കൊടുക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒരു പതയൊന്ന് താവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയും നമ്മളിത് വെക്കുമ്പോൾ വീണ്ടും ഇത് പൊങ്ങി വരും. ഇനി നമുക്ക് വേഗം തന്നെ പോള ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക.
എന്നിട്ട് അതിലേക്ക് അല്പം ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയ അരച്ച് വെച്ച പോളൻ്റെ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇളക്കൊന്നും വേണ്ട. ഇതാ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങിയ പതയാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ 2 കൈയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇളക്കൊന്നും വേണ്ട. മുകളിൽ നിന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ പതയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതാ 2 കൈയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലത്തെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോയതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും. ഇനി അടുത്ത പ്ലേറ്റിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മുകളിൽ നിന്ന് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. കണ്ട വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ആ പൊങ്ങിയ പത ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. പിന്നെ വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതവിടുന്ന് ആവുന്ന സമയം കൊണ്ട് ആദ്യം എടുത്തത് ഇതാ സൈഡിൽ നിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം എടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ. ഇത് കണ്ട നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പോളയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം മാവ് മുഴുവനും നമുക്കിതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ പോളം മുഴുവനും റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പോളയാണ്. 2 കപ്പ് പച്ചരി കൊണ്ട് 8 പോളയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനിതാ കുറച്ച് തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ അല്പം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടിതാ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു വെള്ളപ്പോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം മധുരം വേണം, എന്നാലാണ് പോള കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഇതുപോലൊന്ന് ഒഴിച്ചിട്ട് ആ പോള നന്നായിട്ട് തേങ്ങാപ്പാലിൽ കുതിരണം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വെള്ളപ്പോള ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വെള്ളപ്പോളൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വേഗം തന്നെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തത് തരി കാച്ചിയതാണ്. 1 ഗ്ലാസ് തരി കാച്ചിയത് ഉണ്ടെങ്കിൽ നോമ്പ് നോറ്റ ആ ഒരു ക്ഷീണവും ദാഹവും ഒക്കെ മാറിക്കോളും. അത്രയും നല്ല ടേസ്റ്റുള്ള ഒന്നാണ് തരി കാച്ചിയത്. തരി കാച്ചിയത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ല ടേസ്റ്റുള്ള തരി കാച്ചിയത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തരി കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളക്കാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ ഇതാ പാൽ ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തരി കാച്ചിയയിൽ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ഒക്കെ പാലിൽ നന്നായിട്ട് മിക്സ് ആവട്ടെ.
അപ്പോൾ ഇതാ കണ്ടൻസ് മിൽക്കും പഞ്ചസാരയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് തരി. അപ്പം ഞാനൊരു 1/4 കപ്പ് തരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് റവയെല്ലാം നല്ലതുപോലെ വെന്ത് വരും. റവക്ക് അധികം വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ ഞാൻ ഇത് കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കുന്നത്. പായസമെല്ലാം കുടിക്കുന്ന ആ ഒരു ലൂസിൽ. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു അളവിൽ ഒരു 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തോ. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് നമുക്കെല്ലാം ഇഷ്ടം. ഒരുപാട് റവ കൂടിപ്പോകരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് നല്ലോണം കട്ടിയായതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരുപാടൊന്നും റവ ഇടണ്ട. കുറച്ചും കൂടെ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ റവയെല്ലാം ഇട്ടിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വറുത്തിടുന്നത്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ തരി കാച്ചതിൽ അധികം ഉള്ളിയാണ് ഇടൽ. ഇവിടെ കാക്കും മക്കൾക്കൊന്നും ഉള്ളി അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വറുത്തിടുന്നത്. അപ്പം ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉള്ളി ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാവും. മുന്തിരി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് തരി കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഉള്ളി പൊരിച്ച് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി പൊരിച്ച് ഒഴിക്കും. തരി കാച്ചിയത് കുടിക്കുമ്പോൾ ആ ഒരു ഉള്ളി പൊരിച്ചതിൻ്റെ ടേസ്റ്റും കൂടെ വരണം, അപ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം കാച്ചി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ നമുക്ക് സെർവ് ചെയ്തിട്ട് ഇത് നോമ്പ് തുറക്കുമ്പം കുടിക്കാം. അപ്പം ഇതുപോലത്തെ സെർവിങ് ഗ്ലാസ്സെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ചൂട് പോകുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം തരി ഇട്ട് കൊടുക്കാൻ. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അതുപോലെ കണ്ടൻസ് മിൽക്കെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് തരി കാച്ചിയതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതുപോലെ ഞാൻ സെർവിങ് ഗ്ലാസ്സിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തരി കാച്ചിയത് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ 2 റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.